ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വാക്കുകളേക്കാൾ പ്രവൃത്തികളാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്നും നല്ല പ്രവൃത്തികൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആശയത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ കവിതയാണ് ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദി ലെവലർ. ഈ കവിത എഴുതിയത് ജെയിംസ് ഷേർലി എന്ന കവിയാണ്. അദ്ദേഹം 1596 മുതൽ 1666 വരെ ജീവിച്ചിരുന്നു. എലിസബത്തൻ കാലഘട്ടത്തിലെ അവസാനത്തെ എഴുത്തുകാരനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അദ്ദേഹം നാടകങ്ങൾക്കായി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതുപോലെ 4 കവിതാസമാഹാരങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കവിത ഒരു വിലാപഗീതമാണ്. എന്നാൽ ഇത് മനുഷ്യന്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. കവിതയുടെ പ്രധാന ആശയം ഭൗതികമായ പ്രതാപവും അധികാരവും എത്രത്തോളം നശ്വരമാണ് എന്നതാണ്. മരണം ആരെയും വേർതിരിച്ചു കാണുന്നില്ല. ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും അത് കൊണ്ടുപോകുന്നു, എല്ലാവരെയും മണ്ണാക്കി മാറ്റുന്നു. കവിതയിൽ പറയുന്നതുപോലെ നമ്മുടെ സ്ഥാനമാനങ്ങളുടെയും പ്രതാപത്തിന്റെയും മഹത്വങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നവയല്ല, മറിച്ച് വെറും നിഴലുകൾ മാത്രമാണ്. മരണത്തിനു മുൻപിൽ രാജാക്കന്മാരുടെ കിരീടവും ചെങ്കോലും ഒരു സാധാരണ കർഷകന്റെ അരിവാളും കോടാലിയും പോലെ മണ്ണിൽ തുല്യമാക്കപ്പെടുന്നു. ചിലർ വാളുകളാൽ യുദ്ധം ചെയ്ത് വിജയം നേടിയേക്കാം, എന്നാൽ അവരുടെ ശക്തമായ നാഡികൾ ഒടുവിൽ മരണത്തിന് കീഴടങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ മഹത്തായ പ്രവൃത്തികളെക്കുറിച്ചു മേലിൽ വീമ്പിളക്കരുത്. മരണത്തിന്റെ ബലിപീഠത്തിൽ വിജയിച്ചവൻ പോലും ഒരു ഇരയായി രക്തം ചിന്തുന്നത് കാണുക. നമ്മുടെയെല്ലാം തലകൾ തണുത്ത ശവകുടീരത്തിൽ എത്തിച്ചേരും. എന്നാൽ ജീവിതകാലത്ത് ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഓർമ്മ മാത്രമാണ് എന്നും നിലനിൽക്കുന്നത്. നല്ലവരായ ആളുകളുടെ പ്രവൃത്തികൾ മാത്രമാണ് അവരുടെ മരണശേഷവും സുഗന്ധം പരത്തുകയും പൂവിടുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഭൗതികമായ ശക്തിയും പ്രതാപവും നശ്വരമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.